വിഗ്രഹങ്ങളില്ല, ശ്രീകോവിലില്ല, ആരാധിക്കാൻ രൂപമുള്ള ഒരു ദൈവം പോലുമില്ല. പരമ്പരാഗത ക്ഷേത്ര സങ്കല്പങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് വെറും ശൂന്യതയെ ദൈവമായി ആരാധിക്കുന്ന ഒരു അദ്ഭുത ഭൂമിയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രൗഢമായ ഗോപുരങ്ങളോ കരിങ്കൽ ചുവരുകളോ ഇല്ലാതെ അനന്തമായ ആകാശക്കൂരയ്ക്ക് കീഴിൽ പ്രപഞ്ചനാഥൻ കുടികൊള്ളുന്ന ആ പുണ്യ സങ്കേതമാണ് കൊല്ലം ജില്ലയിലെ പ്രശസ്തമായ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം. സാധാരണയായി ഒരു ലക്ഷ്മി നാരായണനെയോ പാർവതി പരമേശ്വരന്മാരെയോ മനസ്സിൽ ധ്യാനിച്ച് ക്ഷേത്രമുറ്റത്തേക്ക് നടന്നു ചെല്ലുന്ന ഏതൊരു ഭക്തനെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഓച്ചിറയിലെ ആ ആത്മീയ ദർശനം. ഇവിടെ ഒതുക്കി നിർത്താൻ നാലമ്പലത്തിൻ്റെ ചുവരുകളില്ല. പകരം പ്രകൃതിയുടെ തുറസ്സായ മടിത്തട്ടിൽ സർവ്വവ്യാപിയായ പ്രപഞ്ചശക്തിയെ അതിൻ്റെ നിരാകാര ഭാവത്തിൽ ദർശിക്കുക എന്ന പരമമായ സത്യമാണ് ഈ മണ്ണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഭാരതീയ തത്വചിന്തയിലെ ഏറ്റവും ഉദാത്തമായ പരബ്രഹ്മം എന്ന സങ്കല്പമാണ് ഓച്ചിറയുടെ ജീവൻ. ലിംഗഭേദങ്ങൾക്കോ രൂപങ്ങൾക്കോ ഗുണങ്ങൾക്കോ അപ്പുറം പ്രപഞ്ചത്തിൻ്റെ സമസ്ത ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ പരമമായ ചൈതന്യത്തെ ഒരു ചെറിയ ശ്രീകോവിലിൻ്റെ ഇരുളറയിലോ കരിങ്കൽ വിഗ്രഹത്തിലോ ഒതുക്കി നിർത്താൻ കഴിയില്ലെന്ന ഉപനിഷത്ത് ചിന്തകളുടെയും അദ്വൈത ദർശനത്തിൻ്റെയും ജീവിക്കുന്ന തെളിവാണ് ഈ മണ്ണ്. ഈശ്വരൻ സർവ്വവ്യാപിയാണെങ്കിൽ അവനെ ഒരു രൂപത്തിൽ മാത്രം നമ്മൾ എന്തിനു പരിമിതപ്പെടുത്തണം എന്ന ചോദ്യമാണ് ഓച്ചിറയിലെ ഓരോ മണൽത്തരിയും നമ്മോട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മനുഷ്യനിർമ്മിതമായ ഗോപുരങ്ങൾക്ക് പകരം പ്രകൃതിയാണ് നിർമ്മിതികൾ തീർത്തിരിക്കുന്നത്. കൂറ്റൻ ആൽമരങ്ങളും പുണ്യകാടുകളും പ്രകൃതിദത്തമായ കൽത്തറകളും മാത്രമാണ് ഇവിടെ ഭഗവാന്റെ സാന്നിധ്യമായി നിലകൊള്ളുന്നത്. പ്രൗഢമായ കൽത്തൂണുകൾക്ക് പകരം ആകാശമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര. കേരളത്തിൻ്റെ അതിപുരാതനമായ കാവ് സംസ്കാരത്തിൻ്റെ അവശേഷിപ്പ് കൂടിയായ ഈ വന്യസുന്ദരമായ അന്തരീക്ഷത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഏതൊരു മനുഷ്യനിലും ആഴമേറിയ ഒരു ധ്യാനാവസ്ഥ തനിയെ ഉണരും. ബാഹ്യമായ ആചാരപ്പൊലിമകൾക്കോ ജാതിമത വേർതിരിവുകൾക്കോ ഇവിടെ സ്ഥാനമില്ല. പരബ്രഹ്മ ചൈതന്യം എല്ലാവർക്കും ഒന്നുപോലെ അവകാശപ്പെട്ടതാണെന്ന സമത്വത്തിൻ്റെ സന്ദേശമാണ് ഈ തുറന്ന ക്ഷേത്രഭൂമി ലോകത്തിന് നൽകുന്നത്. ഇവിടുത്തെ ഉത്സവങ്ങളും ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. ആനയെഴുന്നള്ളിപ്പുകളോ കോലാഹലങ്ങളോ ഇല്ലാതെ ചരിത്ര പ്രസിദ്ധമായ യുദ്ധമുറകളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ചെളി നിറഞ്ഞ പാടശേഖരങ്ങളിൽ ഭക്തർ നടത്തുന്ന പടയോട്ടമായ ഓച്ചിറക്കളി വീര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകമാണ്. കൂടാതെ 12 വിളക്ക് മഹോത്സവകാലമായാൽ കേരളത്തിൻ്റെ നാടോടി സംസ്കാരവും കലകളും ആത്മീയതയും ഒത്തുചേർന്ന അപൂർവമായൊരു ജനസംഗമത്തിനാണ് ഈ മണ്ണ് സാക്ഷ്യം വഹിക്കാറ്. ഭൗതികമായ രൂപങ്ങളിൽ നിന്നും മനസ്സിനെ മോചിപ്പിച്ച് അദൃശ്യമായ പ്രപഞ്ചശക്തിയിലേക്ക് ഭക്തനെ കൈപിടിച്ചുയർത്തുന്ന ഓച്ചിറ മനുഷ്യന് ഈശ്വരനുമായി നേരിട്ട് സംവാദിക്കാൻ സാധിക്കുന്ന പവിത്രമായ ഒരു പുണ്യാനുഭൂതിയാണ്. ഈശ്വരൻ ഒരു ക്ഷേത്രത്തിലോ വിഗ്രഹത്തിലോ മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവൻ അവൻ്റെ ക്ഷേത്രമാണ് എന്ന പരമമായ സത്യം നെഞ്ചേറ്റി ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ഒരു പുതിയ മനുഷ്യനായിട്ടാണ് മടങ്ങുന്നത്.